തിരുവമ്പാടി നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം രാഷ്ട്രീയ ജനതാദൾ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് തേജസ്വി യാദവ് വ്യാഴാഴ്ച മുക്കത്ത് സംസാരിക്കും. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ പ്രമുഖ ഇടതുമുന്നണി നേതാക്കളും സംബന്ധിക്കുമെന്ന് LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുവമ്പാടി നിയോജകമണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് രാഷ്ട്രീയ ജനതാദൾ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് തേജസ്വി യാദവ് മുക്കത്തെത്തുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്ക് കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയോരത്ത് മുക്കം PC ജംഗ്ഷൻ സമീപം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കുമെന്ന് LDF നേതാക്കൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യത്ത് സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന തേജസ്വി യാദവ് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രമുഖ നേതാവ് കൂടിയാണ്. തേജസ്വി യാദവിനെ അഭിലാഷ് ജംഗ്ഷനിൽ നിന്ന് പൊതുസമ്മേളന വേദിയിലേക്ക് ആനയിക്കും. RJDയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും ബീഹാറിൻ്റെ മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന തേജസ്വി യാദവ് മുക്കത്ത് വൈകുന്നേരം 6 മണിക്ക് എത്തിച്ചേരുക. സംഘപരിവാരത്തിനെതിരെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ രാഷ്ട്രീയത്തിനെതിരെ ന്യൂനപക്ഷ പീഡനത്തിനെതിരെയെല്ലാം അതിശക്തമായി നിലകൊള്ളുന്ന നേതാവാണ് തേജസ്വി യാദവ്. ബീഹാറിലെ കരുത്തനായ നേതാവാണ്. ഇന്ത്യ മതേതര ബദലിൻ്റെ നേതാവാണ്. അങ്ങനെയുള്ള തേജസ്വി യാദവിന് വലിയ ഉചിതമായിട്ടുള്ള സ്വീകരണം നൽകണമെന്നാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അഭിലാഷ് ജംഗ്ഷനിൽ നിന്ന് അദ്ദേഹത്തെ ആനയിച്ച് വേദിയിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. തിരുവമ്പാടി മണ്ഡലത്തിൽ ഇടതുമുന്നണി വലിയ വിജയപ്രതീക്ഷയിലാണെന്നും ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ജനങ്ങൾ കാത്തിരിക്കുന്ന അവസ്ഥയാണെന്നും ഇടതു നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വലിയ ഭൂരിപക്ഷം ലഭിക്കാൻ സഹായകരമാവുമെന്നും LDF നേതാക്കൾ പറഞ്ഞു. അതായത് ആളുകൾ കാത്തിരിക്കുക സ്ഥാനാർത്ഥിയെ. ഞാനൊക്കെ ഇന്നലെ 10:30 വരെ വീണ്ടും അവിടെ ആപാലപുരം ജനങ്ങളാണ് സ്ഥാനാർത്ഥിയെ കാണാനും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനും വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ തിരുവമ്പാടി മണ്ഡലത്തിലെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും വളരെയധികം ആളുകളെ ആകാംക്ഷയോടുകൂടി ഈ ലിൻഡോയെ കാത്തിരിക്കുന്നു. അത് കാരണം എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം മലയോര മേഖലയിൽ ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വെച്ച് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടന്ന ഒരു കാലഘട്ടമാണ് ഈ 5 വർഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും റോഡുകളും പാലങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, സ്കൂളുകൾ, ഇതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ അപാലവൃതം ജനങ്ങളെ ഈ സ്വീകരണ കേന്ദ്രങ്ങളിൽ മാത്രമല്ല വഴിയോരങ്ങളിൽ പോലും ആളുകൾ ഞങ്ങൾ പോകുന്ന സമയത്ത് കാത്തിരുന്ന് ഈ സ്ഥാനാർത്ഥിയെ കണ്ട് ഹാരാർപ്പണം ചെയ്ത് ക്ഷയിക്കാൻ നടക്കുന്ന ഒരു സംവിധാനമാണ്. വാർത്താസമ്മേളനത്തിൽ VK വിനോദ്, K മോഹനൻ മാസ്റ്റർ, TM ജോസഫ്, ഗുലാം ഹുസൈൻ കൊളക്കാടൻ, ടാർസൻ ജോസ് എന്നിവർ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത മുക്കം.